തിരുമനസ് എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി സീൻസ്. എന്റെ വാസു, നീ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും. ഒന്നുകിൽ പാപ്പാൻ പണി, അല്ലെങ്കിൽ പിയൂൺ. ഇത് ആന കരിമ്പും തോട്ടത്തിൽ കടന്നവരെ എല്ലാം കൂടി ചവിട്ടി മതിക്കല്ലേ. എന്നെ പറഞ്ഞു, പക്ഷെ ആനയെ പറയരുത്. എന്ത്, എവിടെ, എങ്ങനെ, എപ്പ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇയാളെങ്ങനെ അകത്ത് കയറി? നമ്മൾ കൂർക്കയോട് പരേഡില്ല. ആരാ, എന്താ? അല്ല, ആരാണ്, എന്തിനാണ് വന്നത് ചോദിക്കേ. തിരുമനസിനെ മുഖം കാണിക്കാൻ വന്നതാ. ഒരു അത്യാവശ്യം പറയാനുണ്ട്. ഇപ്പോ പൂജ കഴിഞ്ഞിണ്ടാവും അല്ലേ? ആ, അപ്പോ നീ എങ്ങട്ടാ? അങ്ങോട്ട്, ഇങ്ങോട്ട്. എന്നാ അങ്ങോട്ട് പൊക്കോളൂ. ഇച്ചിരി വട്ട വര. അപ്പോ എന്താ കാര്യം? ഞാനും സുന്ദരി നീയും. അയ്യോ, ആ ഡില്ലുവരങ്ങൻ വിത്തൗട്ട് ചെയ്യാനല്ലോ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പൊ വിത്തൗട്ട് ചെയ്യാന്ന് ഞാൻ എങ്ങനെ അറിയും? ആ, വഴിയുണ്ട്. ന്യായം അച്യുതക്കുറുപ്പിന്റെ ഭാഗത്താ. രണ്ടാള് ഒരേ ദിവസം ജോയിൻ ചെയ്തു എന്നുള്ളത് ശരിയാ. ആ, പക്ഷെ തിരുമുൽപ്പാടിന് അന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. സീനിയോറിറ്റി അച്യുതക്കുറുപ്പിന് തന്നെയാ. പക്ഷേ ആദ്യമേ മധുരത്തെ കുടിച്ചേ. ആ ദിവാൻ തമ്പി ഇങ്ങനെ കയറൂരി വിട്ടാലേ എല്ലാവർക്കും കുഴപ്പമാണെന്ന എന്റെ അഭിപ്രായം. മകൻ മരിച്ചതിന് ശേഷം തിരുമനസിന് ഒന്നിലും യാതൊരു ശ്രദ്ധയില്ല. ഈ കിട്ടിയ അവസരം ആ കള്ളത്തമ്പി ശരിക്കും മുതലാക്കുന്നുണ്ട്. തിരുമുൽപ്പാടിനെ വിളിച്ച് അല്ല സംസ്കൃതത്തിൽ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കാ പഞ്ചാര പറഞ്ഞ വേണ്ടത്? അതെ, കോമളയിൽ ടീച്ചർ കൊടുക്ക്. ടീച്ചർക്ക് പഞ്ചാരിച്ചിരി കൊണ്ടുവരാനേ. അതിന് മാഷ്ക്ക് കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ ഗുണ്ടടിച്ചിരുന്നാ പോരെ. ആർക്കാ മധുരം കുറവെന്ന് കണക്ക് കൊടുത്തു. മധുരം കൂടിയായ ആർക്കാ? അതെനിക്കാ. അപ്പോ ഇരട്ടി മധുരമില്ല ടീച്ചറെ. ആ, നമ്മുടെ പുതിയ സംഗീത മാഷെത്തിയല്ലോ. വാ മാഷേ. മാഷേ, ഇത് ഡ്രില്ല് മാഷ്, ആള് വിത്തൗട്ടാ. ഇത് കോമളവല്ലി ടീച്ചർ, ആള് ദോഷയില. ഇത് മാലതി ടീച്ചർ, മലയാളം. ഇത് കുമാരി തങ്കം ടീച്ചർ. ഇത് എന്റെ സുന്ദര. അല്ല, ഈ സ്കൂളിന്റെ തന്നെ സ്നേഹവാചകമാണ്. എന്റെ മണിയടിയുടെ താളം തെറ്റിക്കുന്നത് ഈ ടീച്ചറാണ്. സുന്ദര, എനിക്ക് ആ ക്ലാസ് ഒന്ന് കാണിച്ചു തരുമോ? ഓ മാഷെ, ചായ വേണ്ടവരൊക്കെ എടുത്ത് കുടിച്ചോട്ടാ. വരൂ. വരട്ടെ. അങ്ങനെ പല വീരസാഹസികതകളും എന്റെ പിന്നിലുള്ളത് കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് എന്നെ ഭയങ്കര പേടിയാണ്. സുന്ദരനെന്ന് കേട്ടാൽ അവര് ശ്വാസം ശ്വാസം പോയോ സുന്ദര? അമ്പടാ, സംഗീത മാഷിന് ആള് കൊള്ളാണല്ലോ. ഒറ്റയ്ക്ക് ആരും കാണാതെ മീമർത്ത് തന്നെയാണല്ലേ. അയ്യോ, അമ്മിണിയമ്മ എന്താ ഇവിടെ? തിരുമനസിനറിയോ മാഷ് മീനൊക്കെ കഴിക്കുന്നത്? അയ്യോ അമ്മിണിയമ്മ, ഈ മീനെന്ന് വെച്ചാ എനിക്ക് ഞാൻ ആരോടും പറയുന്നില്ലേ. എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അല്പം കഴിക്കാമല്ലോ. എത്ര വേണമെങ്കിലും കഴിച്ചു. ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. എനിക്കിവിടെ വെച്ചേക്കണേ. മാഷേ, 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 ഞാൻ എഴുതിയൊരു കവിതയാ, ഒന്ന് വായിച്ചു നോക്കൂ. അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ഇങ്ങനൊരു ചുറ്റിക്കളി ഇവിടെ നടക്കുന്നുണ്ടല്ലേ. ഏതായാലും മുളിക്കമ്പേലാണല്ലോ മാഷ് പിടിച്ചിരിക്കുന്നത്.
അങ്ങനെ ഈ കസേരയിൽ ഇരിക്കണം എന്ന മോഹം ഞാൻ സാക്ഷാത്കരിച്ചു. ഇനി ഞാൻ വിടില്ല. എന്താ ടീച്ചറെ അന്തം വിട്ടൊരു നോട്ടം? അല്ല ഹെഡ്മാഷ്. ഇനി ഞാൻ തന്നെ ഹെഡ്മാസ്റ്റർ. പിന്നെ ടീച്ചർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം. ഇനി ഈ ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് എന്നുള്ള വ്യത്യാസം എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതിന് മാഷ് സംസ്കൃതല്ലേ, അക്ഷരക്കുറിപ്പല്ലേ ഹെഡ് മാഷ്? ഇപ്പോഴും ടീച്ചർക്ക് കാര്യം പിടികിട്ടില്ല അല്ലേ? എന്നാ കേട്ടോളൂ, അക്ഷരക്കുറിപ്പ് ആയിരിക്കില്ല ഇന്ന് മുതൽ ഹെഡ് മാസ്റ്റർ. ഈ തിരുമുൽപ്പാടായിരിക്കും. ദിവാൻ തമ്പിയുടെ പ്രത്യേക ഉത്തരവാ. ഇട്ടോളോ. ഉത്തരവ് ശാശ്വതമായ കൊള്ളാം. അന്തസ്സും ആഭിജാത്യമുള്ള വിദ്യാസമ്പന്നൻ ഇരുന്നിട്ടുള്ള കസേരയായത്. തന്നെ പോലെ എംപോക്കികൾക്ക് കയറിയിരിക്കാനുള്ളതല്ല. മര്യാദയ്ക്ക് താൻ എണീക്കുന്നു അതോ എടോ? എന്നെ ഇവിടുന്ന് എണീപ്പിച്ചിട്ട് തനിക്ക് ഇരിക്കാന്നുള്ള വിചാരം വേണ്ട. ആരുടെ അധികാരത്തിലാണോ ഞാൻ ഇരിക്കേണ്ട കസേരയ്ക്ക് താൻ ഇരിക്കുന്നത്? ഓർഡർ ഓർഡർ, ദിവാൻ തമ്പിയുടെ ഓർഡർ. ഓർഡർ? തനിക്ക് ആ കള്ളത്തമ്പിയുടെ ഓർഡർ ഉണ്ടെങ്കിലേ അയാളെ തീറ്റി പോരുന്ന തിരുമനസിന്റെ ഓർഡർ ആയത്. എഴുന്നേക്കണു, കസേര എഴുന്നേക്കണു. കൊണ്ടുപോടോ. സാർ, ആപ്ലിക്കേഷൻ. ഈ സ്കൂളിൽ ഒരു സംഗീതാധ്യാപകന്റെ ഒഴിവുണ്ടെന്നറിഞ്ഞു. അതിനുള്ള അപേക്ഷയാണ്. ഞാനാ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ. ഇങ്ങോട്ട് തരിക. ഞാനാണ് ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ. തരൂ. ഇങ്ങോട്ട് താടോ. ഇത് കൊണ്ടുപോടോ. എന്നെ ധിക്കരിച്ച് ഈ കാർക്കോടകന്റെ കയ്യിൽ അപ്ലിക്കേഷൻ കൊടുത്ത താൻ ദുഃഖിക്കും. ഞാനാ പറയണേ, താൻ ദുഃഖിക്കും. അമ്മേ നാരായണ കാത്തോളണേ, ദേവി മഹാമായി കാത്തോളണേ, കേരള ഭഗവതി കാത്തേനി കാത്തോളണേ. താനെന്താടോ പാമ്പിയത്തെ പാമ്പാട്ടിയെ പോലെ നിൽക്കണേ? അങ്ങേക്കത് പറയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ കസേര. ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തരിപ്പായി പോയില്ലേ? കരയണ്ടടോ. തിരുമുൽപ്പാടേ, എന്താ ഇന്ന് ഈ കാലം അത്രയും തമ്പി എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങൾക്കും മാറ്റം വന്നിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്കൂള് മാത്രമില്ല, വേണ്ടി വന്നാൽ തിരുമനസിന്റെ കൊട്ടാരവും അതിനോട് ചേർന്നിട്ടുള്ള വസ്തുവകകളും എന്റെ അധീനതയിലാവും. അന്ന് തനിക്ക് ഹെഡ്മാസ്റ്ററോ പിയൂണോ, പിയൂണില്ല മാനേജരോ ഇനി കുറച്ചു ദിവസം തിരുമനസായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ അങ്ങോട്ട് സമ്മതിച്ചിരിക്കണു. എന്താ പോരെ? ഇനി കഴിച്ചു നിർത്തിക്കോളൂ. ആരാ അത്? കയറി വന്നോളൂ. ഒന്ന് വേഗമാകട്ടുള്ളൂ, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിക്ക് നിക്കേ, എങ്ങോട്ടാ വിട്ടു പോന്നേ? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്ക്? എന്റെ ചെറു പ്രായത്തിലൊക്കെ ഇങ്ങനെ അതിക്രമിച്ച് കടക്കുന്നവരെ തുറുങ്കിൽ അടയ്ക്കോ തൂക്കിക്കൊല്ലോ നാട് കടത്തുകയോ ചെയ്യുമായിരുന്നു. ഇതിലും ഭേദം. എന്താ പറഞ്ഞേ? എനിക്ക് തിരുമനസിനെ ഒന്ന് കാണണമായിരുന്നു. തിരുമനസ് ധ്യാനത്തില്ല, കുറച്ച് കഴിഞ്ഞേ കാണാൻ പറ്റൂ. അത് മതി. അങ്ങോട്ട് നിന്നു. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും പാടവും പച്ച പാടവും പച്ച. ഒരു കുപ്പിയും കൂടി.
നല്ലൊരു പാട്ടും കൂടി അങ്ങോട്ട് കാച്ചാശാനെ. എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ